ഹായ്, ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ അമ്മമാരുടെയും ആഗ്രഹം എന്തായിരിക്കും? നമ്മുടെ മക്കളെല്ലാവരും എന്നും എപ്പോഴും ഒരുമിച്ച് ഒരുപോലെ സന്തോഷമായി ജീവിക്കണം എന്നാണ് അല്ലേ? അപ്പോൾ ഈ മദേഴ്സ് ഡേയും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാം, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട്. അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഞാനൊരു കഥ ഓർക്കാണ്. മഹാഭാരതത്തിൽ യുദ്ധം ഒന്ന് വേണ്ട എന്ന് ഒരു തീരുമാനം, ഒരു ഡീലിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ദുര്യോധനെ കാണാൻ പോയി ഹസ്തിനാപുരത്ത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും ശരിയായില്ല. സംസാരത്തിൽ ഒന്നും സമ്മതിച്ചില്ല. ദുര്യോധന ഒന്നിനും വഴങ്ങിയില്ല. തിരിച്ച് ശ്രീകൃഷ്ണൻ അത് ശരിയാവാതെ വന്നപ്പോൾ മടങ്ങുമ്പോൾ കർണനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഒന്ന് തിരിച്ചു വരൂ, മടങ്ങി വാ, കുറച്ച് നേരം നിന്നോടൊന്ന് തനിയെ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കർണൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ പുറത്തേക്ക് പോയി. അവരൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ കർണനോട് പറഞ്ഞു, നീ കുന്തി ദേവിക്ക് ജനിച്ച മകനാണ്, ആദിത്യനിൽ കല്യാണത്തിന് മുമ്പ് കുന്തി ദേവിക്ക് ജനിച്ച മകനാണ്, സൂര്യഭഗവാനിൽ ജനിച്ച മകനാണ്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. നമുക്ക് പാണ്ഡവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി, നീയാണ് മൂത്ത ജ്യേഷ്ഠൻ എന്ന് മനസ്സിലായാൽ അവർ നിന്നെ നല്ലോണം ജ്യേഷ്ഠനെ പോലെ സ്വീകരിക്കും, ഈ യുദ്ധവും ഒഴിവാവും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കർണൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കൗന്ദേയനായിട്ട് പേര് കേൾക്കണ്ട, എന്നെ രാധേയനായിട്ട് തന്നെ അറിഞ്ഞാൽ മതി. കാരണം പറഞ്ഞു, അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ജനിപ്പിച്ചതുകൊണ്ടായില്ല. എല്ലാ ഇമോഷൻസോടും വളർത്തി എന്നെ വലുതാക്കി നല്ലതും ശരിയും ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന ആ അമ്മയുടെ മകനായി ഞാൻ അറിയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുതന്നെയാണ് അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. വൺസ് അഗെയിൻ ഹാപ്പി മദേഴ്സ് ഡേ.